നമസ്കാരം KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മത്സ്യബന്ധനത്തിനിടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കുമ്പള ശോകമുഖം. ഡിക്ലറേഷൻ നൽകാനുള്ള സമയപരിധി 15 വരെ നീട്ടി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ ഗതാഗതക്കുരുക്ക് ഒഴിഞ്ഞു. KSRTC ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്തുന്നില്ല. പ്രതിഷേധം ശക്തം. വിജിലൻസ് സംഘം പരിശോധന തുടങ്ങി. ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾ. കാർഷിക സംഘം മിൽമ ഡയറി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. മത്സ്യബന്ധനത്തിനിടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കുമ്പള പെർവാഡിലെ ലത്തീഫിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സഹോദരങ്ങൾക്കും അയൽക്കാർക്കുമൊപ്പം പുഴയിൽ മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അബ്ദുൽ ലത്തീഫ് അപകടത്തിൽപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. സഹോദരങ്ങളായ മുനീർ, അമീദ്, മുഹമ്മദ് കുഞ്ഞി എന്നിവർക്കൊപ്പം അയൽക്കാരായ മൊയ്തീൻ കുഞ്ഞി, ഹസൈനാർ, അനീഫ, മൊയ്തീൻ കുഞ്ഞി എന്നിവർക്കൊപ്പം മുഗ്രാൽ പുത്തൂർ പുഴയിൽ വലയെറിഞ്ഞ് മീൻ പിടിക്കുകയായിരുന്നു. രാവിലെ 9 മണിയോടെ തിരികെ മടങ്ങുന്നതിനിടയിൽ പുഴയിൽ അപ്രതീക്ഷിതമായ ഒഴുക്കുണ്ടാവുകയും ലത്തീഫിനെ കാണാതാവുകയുമായിരുന്നു. വിവരമറിഞ്ഞ് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തി. അബ്ദുൽ ലത്തീഫിന്റെ മരണം മുഗ്രാൽ പ്രദേശത്തെ ശോകമൂകമാക്കി. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന അബ്ദുൽ ലത്തീഫിന് വലിയ സൗഹൃദ വലയങ്ങളുണ്ട്. മരണവിവരമറിഞ്ഞ് വീട്ടിലേക്കും കാസർഗോട്ടെ മോർച്ചറിയിലേക്കും നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. തങ്ങളുടെ പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് മരിച്ചുവെന്ന വാർത്ത ഇപ്പോഴും നാടിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിലെ കുരുക്കും മൂലം കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിൽ ഉപ്പളയ്ക്കും മഞ്ചേശ്വരത്തിനുമിടയിൽ അനുഭവപ്പെട്ട ഗതാഗത കുരുക്കിന് പരിഹാരമായി. ഡിക്ലറേഷൻ നൽകാനുള്ള സമയപരിധി 15 വരെ നീട്ടിയതിനെ തുടർന്നാണ് ഗതാഗത കുരുക്ക് ഒഴിഞ്ഞത്. ചെക്ക് പോസ്റ്റുകളിലെത്തുന്ന ചരക്ക് ലോറികൾക്ക് ഡിക്ലറേഷൻ ലഭിക്കണമെങ്കിൽ ലോറി ഉടമയുടെ പാസ്വേഡ് ഉപയോഗിക്കണമെന്ന പുതിയ നിയമമാണ് മഞ്ചേശ്വരം വാമഞ്ചൂർ അടക്കമുള്ള ചെക്ക് പോസ്റ്റുകളിലെ ഗതാഗത കുരുക്കിന് ഇടയാക്കിയത്. ഉപ്പളക്കും മഞ്ചേശ്വരത്തിനുമിടയിലാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത്. ഇതേ തുടർന്ന് കാസർഗോഡ് മംഗലാപുരം റൂട്ടിലോടുന്ന KSRTC ബസ്സുകൾ പാതി വഴിയിൽ സർവീസ് നിർത്തിവെക്കുകയുണ്ടായി. ഗതാഗത കുരുക്കിൽപ്പെട്ട ആംബുലൻസ്, എയർപോർട്ട് തുടങ്ങിയ അത്യാവശ്യ വാഹനങ്ങൾ മണിക്കൂറുകളോളമാണ് റോഡിൽ കുടുങ്ങിയത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. റംസാൻ വിപണിയിലെത്തേണ്ട പല സാധനങ്ങളും വഴിയിൽ കുടുങ്ങി. ഇത് കച്ചവടക്കാർക്കും ഏറെ നഷ്ടമുണ്ടാക്കി. ഗതാഗത സ്തംഭനം രൂക്ഷമായതോടെയാണ് ഡിക്ലറേഷൻ നൽകാനുള്ള സമയപരിധി അധികൃതർ 15 വരെ നീട്ടിയത്. ഇതോടെയാണ് ഗതാഗത കുരുക്കിന് പരിഹാരമായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മംഗലാപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താതെ പോകുന്നതായി വ്യാപക പരാതി. യാത്രക്കാരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് സംഘം മഞ്ചേശ്വരം മാട ബസ് സ്റ്റോപ്പിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മാട സ്റ്റോപ്പിൽ KSRTC ബസ് നിർത്താതെ പോയതിനെ തുടർന്ന് അബ്ദുൽ നാസർ എന്നയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം മാടയിലേക്കെത്തിയത്. കഴിഞ്ഞ മാസം 8-ാം തീയതി കൈകാണിച്ചിട്ടും KSRTC ബസ് നിർത്താതെ പോയപ്പോഴാണ് അബ്ദുൽ നാസർ KSRTC മാനേജിംഗ് ഡയറക്ടർക്ക് പരാതി നൽകിയത്. ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം C. ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമാണ് മാടയിലെത്തിയത്. സ്റ്റോപ്പ് സന്ദർശിച്ച വിജിലൻസ് സംഘം യാത്രക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. നിയമവിരുദ്ധമായി KSRTC ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താതെ പോയാൽ കർശന നടപടിയായിരിക്കും ഉണ്ടാകുകയെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബസ് നിർത്തിയിട്ടില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. പുള്ളിയെ കണ്ടു, നേരിട്ട് അന്വേഷിച്ച് ബസ് നിർത്തുന്നില്ലാതെ പല സ്ഥലത്തും ബസ് നിർത്തുന്നില്ലാതെ പരാതികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് അന്വേഷിച്ചിട്ട് ഇത് നടപടിയെടുക്കാൻ വേണ്ടി കാര്യങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. പുള്ളിയുടെ അബ്ദുൽ നസീറിന് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് ചിലപ്പോൾ ചില സമയത്ത് മാത്രം ഒന്നിച്ച് വരാറുണ്ടാവും. പക്ഷെ എന്നാലും ബസ് നിർത്തേണ്ടത് അവരെ ഡ്രൈവർമാരെ കടമ തന്നെയാണ്. അത് നിർത്തിയില്ലെങ്കിൽ അതിൽ പരാതി കിട്ടിയാൽ അന്വേഷിക്കുകയും ചെയ്യും. KSRTC ബസ്സുകൾ മാത്രം സർവീസുകൾ നടത്തുന്ന കാസർഗോഡ് മംഗലാപുരം റൂട്ടിലെ പല സ്റ്റോപ്പുകളിലും ബസ്സുകൾ നിർത്താതെ പോകുന്നതായി വ്യാപകമായ രീതിയിലാണ് പരാതി ഉയരുന്നത്. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും മറ്റു ജോലിക്കാരുമാണ് ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താതെ പോകുന്നതിൻ്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിച്ചു തീർക്കുന്നത്. KSRTC ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടമാണ് പല സന്ദർഭങ്ങളിലും സ്റ്റോപ്പുകളിലെത്തുമ്പോൾ നിർത്താതെ പോകുവാനുള്ള കാരണമായി മാറുന്നത്. ബസ് നിർത്താത്തതിനെ ചൊല്ലി നാട്ടുകാരും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. സ്റ്റോപ്പുകളിൽ ബസ് നിർത്താത്തതിനെ ചൊല്ലി ഒരു മാസം 50ഓളം പരാതികളാണ് KSRTC അധികൃതർക്ക് ലഭിക്കുന്നത്.
എന്നാൽ യാത്രക്കാരുടെ പരാതികൾക്ക് പുല്ലുവില നൽകുന്ന അധികൃതർ പ്രശ്നത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. യൂണിയൻ നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദങ്ങളും മറ്റു രാഷ്ട്രീയ ഇടപെടലുകളും കാരണമാണ് ബസ് ജീവനക്കാർക്കെതിരെ KSRTC അധികൃതർ നടപടിയെടുക്കാത്തതെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യം. കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിൽമ ഡയറി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ക്ഷീര കർഷകർക്ക് പാൽവില വർദ്ധിപ്പിച്ചു നൽകുക, കാലിത്തീറ്റയ്ക്ക് 50% സബ്സിഡി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടന്നത്. മാവുങ്കാലിൽ നിന്നും ആരംഭിച്ച മാർച്ച് മിൽമ ഡയറി ഓഫീസിൽ സമാപിച്ചു. മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പെൻഷൻ പ്രായം 55 ആക്കുക, മിൽമയുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MV കോമൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. P ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം നേതാക്കളായ V നാരായണൻ, T കോരൻ, P നാരായണൻ, ഗംഗാധര വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. AITUCയും മണപ്പുറം മാനേജ്മെന്റും വീണ്ടും കൊമ്പുകോർക്കുന്നു. സസ്പെൻഡ് ചെയ്ത തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് AITUCയുടെ നേതൃത്വത്തിൽ മണപ്പുറം റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഒരു ഇടവേളയ്ക്ക് ശേഷം AITUCയും മണപ്പുറം മാനേജ്മെന്റും വീണ്ടും കൊമ്പുകോർക്കുന്നു. നേരത്തെ അന്യായ സ്ഥലം മാറ്റത്തിനെതിരെ AITUC നേതാവ് വിനോദ് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയിരുന്നു. സസ്പെൻഡ് ചെയ്ത തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് AITUC പ്രവർത്തകർ മണപ്പുറം റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് AITUC ജില്ലാ ജനറൽ സെക്രട്ടറി KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലുമുള്ള ഏതാണ്ട് 50ഓളം വരുന്ന ജീവനക്കാരെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത് പണിമുടക്കിയതിന്റെ പേരിൽ അവർക്ക് നോട്ടീസ് അയച്ച് അവരെ സസ്പെൻഡ് ചെയ്തു. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ആ സസ്പെൻഷനെല്ലാം നിലനിർത്തിക്കൊണ്ട് മാത്രമേ സമരം ഈ പറയുന്ന മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയൂ എന്നതാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത്. അതിന് നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത്. എന്നാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കാതെ, സസ്പെൻഷൻ പിൻവലിക്കാതെ ഈ വിഷയം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന നിലപാടാണ് AITUC നേതൃത്വം അന്ന് സ്വീകരിച്ചത്. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ബംഗളം P കുഞ്ഞികൃഷ്ണൻ, M നാരായണൻ, P വിജയകുമാർ, KV കുഞ്ഞമ്പു, P ഭാർഗവി, CK ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. A ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ഹാദിയ റംസാൻ പ്രഭാഷണ പരമ്പരയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. പുതിയ കോട്ടയിലെ മെട്രോ പ്ലാസ ഗ്രൗണ്ടിലാണ് പ്രഭാഷണ പരമ്പര നടക്കുന്നത്. ദാറുൽ ഹുദയിലെ ഹുദ്വി പണ്ഡിതന്മാരുടെ കൂട്ടായ്മയായ ഹാദിയയുടെ 3ാമത് പ്രഭാഷണ പരമ്പരയ്ക്കാണ് നോർത്ത് കോട്ടച്ചേരിയിൽ തുടക്കമായത്. മൊയ്തു മൗലവി പുഞ്ചാവിയുടെ പ്രാർത്ഥനയോടെയായിരുന്നു തുടക്കം. ഹാദിയ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി CH ഷരീഫ് ഹുദ്വി അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് കാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അവിടുന്ന് പുറത്തിറങ്ങിയ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ ഒരു സംഘടനയാണ് ഈ ഹാദിയ. അവരുടെ ലക്ഷ്യം തന്നെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു ലക്ഷ്യം അത് സഫലീകൃതമാക്കി കൊടുക്കും. അതായത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇസ്ലാമികമായി അവരെ ഉത്ബോധനം ചെയ്ത് അവിടെ ദഅവത്ത് നടത്തി സന്ദേശം എല്ലാ സ്ഥലത്തേക്കും എത്തിച്ച് മനുഷ്യരെ ആത്മീയമായി കൊണ്ട് ശുദ്ധീകരണം നടത്തുക, ഇതാണ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇത് വലിയതായ ഒരു ദൗത്യത്തിന് വേണ്ടിയുള്ള ഒരു സഹായകവുമാണ് നമ്മളെ ഈ പരിപാടി എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കി. ആ വിദേശ രാജ്യങ്ങൾ, ഇതര സംസ്ഥാനങ്ങളിലൊക്കെ നടത്തി പോരുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്കുള്ളതായ ഒരു കൈത്താങ്ങാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം. ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദ്വി പ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ C മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും KB കുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. പ്രഭാഷണ പരമ്പര 15-ന് സമാപിക്കും. സെൻസസ് വാരാഘോഷത്തിന് തുടക്കമായി.
കാഞ്ഞങ്ങാട് GVHSS സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് സെൻസസ് വാരാഘോഷ പരിപാടികൾ നടന്നത്. കാഞ്ഞങ്ങാട് GVHSSൽ നടന്ന സെൻസസ് വാരാഘോഷം ജില്ലാ ഫിനാൻസ് ഓഫീസർ EP രാജ്മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 800 BC-യിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ക്രിസ്തുവർഷത്തിന് മുമ്പ് 800. അതിനുശേഷം നമുക്ക് ഈ ജനസംഖ്യാ കണക്കെടുപ്പിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു പഴയ ഓർമ്മ വെച്ച് പറയുകയാണ്. ചിലപ്പോൾ ചില കൊല്ലങ്ങളിലൊക്കെ പണ്ട് 94 ഞാനൊരു സോഷ്യൽ സയൻസ് അധ്യാപകനായിരുന്നു. അതിനുശേഷം ആ ഒരു ഓർമ്മയും ചില ഇതൊക്കെ വെച്ചിട്ട് പറയാണ് കൊല്ലത്തിൽ ചില വ്യത്യാസം ഉണ്ടാവാം. അതിനുശേഷം നമ്മൾ ഈ സെൻസസിനെ കുറിച്ച് കാണുന്നത് അർത്ഥശാസ്ത്രത്തിലാണ്. ആരാണ് അർത്ഥശാസ്ത്രം എഴുതിയത്? അറിയോ? അറിയില്ല. ആര് പറഞ്ഞു? ചാണക്യൻ, കൗടില്യൻ. KV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ നവനീത, സ്റ്റാഫ് സെക്രട്ടറി MK ഹരിദാസ്, KC പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൻ കാരക്കടവ് പരിപാടി വിശദീകരിച്ചു. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ നടന്നു. ജനസംഖ്യാ ദിനാചരണം സന്തോഷഭരിതം ആസൂത്രിത കുടുംബം എന്ന സന്ദേശവുമായി ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. വിവിധ പ്രാഥമികാരോഗ്യ കേന്ദ്രം പരിധികളിൽ ജനസംഖ്യാ വിദ്യാഭ്യാസ ക്ലാസുകൾ, സെമിനാറുകൾ, ക്വിസ് മത്സരങ്ങൾ, പ്രബന്ധ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുകയുണ്ടായി. പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം പറക്കളായി PN പണിക്കർ സൗഹൃദ ആയുർവേദ മെഡിക്കൽ കോളേജിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P ഗോപിനാഥ് നിർവഹിച്ചു. സംഖ്യാവർദ്ധനവുമായിട്ട് നമുക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, അതോടൊപ്പം അത് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ട അവബോധം നൽകുക എന്നാണ് ഈ ദിനാചരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ജനപ്പെരുപ്പം ലോകം നേരിടുന്ന ഏറ്റവും കനത്തൊരു വെല്ലുവിളിയാണ്. കാരണം ഓരോ മിനിറ്റിലും അനുനിമിഷം കുട്ടികൾ ഇവിടെ പിറന്ന് വീണുകൊണ്ടിരിക്കുകയാണ്, ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനനുസരിച്ച് ഭൂമിയിൽ വിഭവങ്ങൾ വർദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. കോടമ്പേളൂർ പഞ്ചായത്ത് അംഗം രോഹിണി കാനത്തിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ B മുഹമ്മദ് അഷീൽ ജനസംഖ്യാ ദിന സന്ദേശം നൽകി. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ A മുരളീധര നല്ലൂരായ മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ E മോഹനൻ, പ്രിൻസിപ്പൽ ഡോക്ടർ അത്താവർ മുരളീധര, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KV വേണുഗോപാൽ, എണ്ണപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R അനിൽകുമാർ, MCH ഓഫീസർ PT സെലീന, ആരോഗ്യ കേരളം ജൂനിയർ കൺസൾട്ടന്റ് VV പ്രീത, ഹെൽത്ത് ഇൻസ്പെക്ടർ T ഭാസ്കരൻ, ബിന്ദുരാജ് എന്നിവർ സംസാരിച്ചു. ജില്ലാ മാസ് മീഡിയ ഓഫീസർ M രാമചന്ദ്ര സ്വാഗതവും ഡെപ്യൂട്ടി ജില്ലാ മാസ് മീഡിയ ഓഫീസർ വിൻസെന്റ് ജോൺ നന്ദിയും പറഞ്ഞു. തുടർന്ന് സംഘടിപ്പിച്ച സെമിനാറിൽ നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിജോ M ജോസ് ക്ലാസ് എടുത്തു. ജൂലൈ 11 മുതൽ 24 വരെ ജനസംഖ്യാ സ്ഥിരതാ പക്ഷാചരണം സംഘടിപ്പിക്കും. ജനസംഖ്യാ ബോധവൽക്കരണ ക്ലാസുകൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള പ്രത്യേക വന്ധ്യകരണ ക്യാമ്പുകൾ, IUD ക്യാമ്പുകൾ, ലിംഗസമത്വത്തെ ആസ്പദമാക്കിയുള്ള ബോധവൽക്കരണ പരിപാടികൾ, വനിതാ കോളേജുകൾ കേന്ദ്രീകരിച്ച് സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്നിവയും സംഘടിപ്പിക്കും. തൊഴിലാളി നേതാവായിരുന്ന വരദരാജ പയ്യുടെ 46ാം രക്തസാക്ഷി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനവും നടന്നു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരുക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. K ഭാസ്കരൻ സമ്മേളന നഗരിൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ UPA ഗവൺമെന്റ്, ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത UPA ഗവൺമെന്റ്, ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള സമയത്തും നടപ്പാക്കി വന്നിരുന്ന ജനവിരുദ്ധമായിട്ടുള്ള, തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള, സാമ്രാജ്യത്വ അനുകൂലമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ തിരുത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിലാളി വർഗത്തിന്റെ അതിശക്തമായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണമെന്നുള്ള നിലയിലാണ് CITUവിന്റെ അഖില ഇന്ത്യാ സമ്മേളനം അന്ന് ഒരു പ്രമേയത്തിലൂടെ പൊതുവായിട്ട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തോട് ആഹ്വാനിക്കും. നമുക്കറിയാം, ലോക സാമ്രാജ്യത്വം, ഈ ആഗോളവൽക്കരണ നയങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പല ആളുകളും പരിഹസിച്ചിട്ടുണ്ട്. നമ്മളെ 1991 കാലത്ത് ഈ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ ആരംഭിച്ചപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് യൂണിയൻ സംഘടനയാണ് CITU. ആ നയങ്ങൾ ആരംഭിച്ച് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തെയും അതുപോലെ തന്നെ ജനങ്ങളെയുമാകെ തന്നെ ഈ നയങ്ങൾ ബാധിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ പണിമുടക്കിന് നേതൃത്വം കൊടുക്കാൻ CITUവിന് കഴിഞ്ഞു. KV കുഞ്ഞമ്പു, ഗിരികൃഷ്ണൻ,
KV ലക്ഷ്മണൻ, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വൈകുന്നേരം കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളും ഇന്ത്യൻ തൊഴിലാളി വർഗവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ പ്രൊഫസർ MM നാരായണൻ പ്രഭാഷണം നടത്തി. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. ബദിയടുക്ക സ്വദേശി അബ്ദുള്ളയ്ക്കാണ് പരിക്കേറ്റത്. അബ്ദുള്ളയെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 200 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നെല്ലിക്കട്ടയിലെ അസ്കർ അലിയാണ് അറസ്റ്റിലായത്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് അസ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ നൈറ്റ് അസംബ്ലി സംഘടിപ്പിച്ചു. നീലേശ്വരത്ത് നടന്ന ജില്ലാതല പരിപാടി മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം N സുകന്യ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ഞായറാഴ്ച കാസർഗോഡ് നടക്കും. രാവിലെ 10 മണിക്ക് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ജില്ലാ കൺവെൻഷനിൽ ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PC ബിജു മുഖ്യാതിഥിയായിരിക്കും. സംസ്ഥാന സെക്രട്ടറി T റഫീഖ് വിഷയം അവതരിപ്പിക്കും. സംസ്ഥാന നേതാക്കളായ CK ഉണ്ണികൃഷ്ണൻ, CR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിക്കും. ടയർ വർക്ക്സ് മേഖല നേരിടുന്ന പ്രതിസന്ധികളും തൊഴിലാളികളുടെ ആവശ്യങ്ങളും സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരു ആനുകൂല്യങ്ങളും ഇവർക്ക് കിട്ടിയിട്ടില്ല. ഈ മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഒരു കാരണത്താൽ ഒരു ആനുകൂല്യങ്ങളോ സർക്കാർ തലത്തിൽ നിന്നോ അല്ലെങ്കിൽ തൊഴിലാളികളിൽ നിന്നോ അല്ലെങ്കിൽ ഓണർമാരിൽ നിന്നോ വളരെയധികം പീഡനങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ സംഘടന തുടങ്ങുന്നുണ്ടായത്. കാരണം 2 പേര് ആയിട്ട് തുടങ്ങിയ സംഘടന ഇന്ന് 8 ജില്ലകൾ പൂർണ്ണമായിട്ടും 4 ജില്ലകളിൽ ഭാഗികമായിട്ട് സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന ഉദ്ദേശ ലക്ഷ്യം തന്നെ കടക്കാർ തമ്മിൽ ഐക്യം, ചാർജ് ഏകോപനം. ചാർജ് യഥാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖല വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അനേക കടകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പല മേഖല പല ജില്ലകളിൽ നിന്ന് കടന്നു പോകുമ്പോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PC ബിജു, CR രാധാകൃഷ്ണൻ, CK ഉണ്ണികൃഷ്ണൻ, കുഞ്ഞിമമ്മി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മത്സ്യബന്ധനത്തിനിടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കുമ്പള ശോകമുഖം. ഡിക്ലറേഷൻ നൽകാനുള്ള സമയപരിധി 15 വരെ നീട്ടി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ ഗതാഗതക്കുരുക്ക് ഒഴിഞ്ഞു. KSRTC ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്തുന്നില്ല. പ്രതിഷേധം ശക്തം. വിജിലൻസ് സംഘം പരിശോധന തുടങ്ങി. ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾ. കാർഷിക സംഘം മിൽമ ഡയറി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.